നീ പറഞ്ഞ അങ്ങോട്ട് നില്ലടാ. നിന്റെ ഈ കോലം കാണാൻ വേണ്ടിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ DIG അദ്ദേഹം. ഇതിലെ ഒന്ന് നിർത്തണോ? എന്തോ നാടകം ഇത്? അല്ല, അത് പിന്നെ ഇദ്ദേഹം വരുന്നു എന്ന് അറിഞ്ഞോണ്ട് ഉണർത്താൻ വേണ്ടിട്ട്. എടോ, അതിന് മുറിഞ്ഞ പഴുത്തന്നെ മേപ്പെട്ടുള്ള വെള്ളമൊക്കെ കോരി ഒഴിച്ചാലേ വല്ല ചത്തോ കെട്ടോ പോയ ബാക്കിയുള്ള വേണം ഉത്തരം പറയാൻ. കായലിൽ നിന്ന് കോരി വെപ്പിച്ച ഓരോ വെള്ളമാ സാറേ. എന്റെ ഉപ്പിന്റെ നീറ്റിൽ അങ്ങോട്ട് ചെല്ലുമ്പോ മുറിവേന്നുള്ള നീരും പഴുപ്പൊക്കെ താനെ അങ്ങ് വിട്ടോളും. നാളെ കൊണ്ടേ കൂട്ടിക്കയറ്റി നിർത്താനുള്ളതല്ലേ സാർ കോടതിയില്. ഓ, ഐ സീ. പിന്നെ കേട്ടോ മിസ്റ്റർ നന്ദൻ, there is some bad news for you. നിങ്ങളുടെ ആ കൂട്ടുപ്രതിയില്ലേ മറ്റേ ഫിറോസ്, അവനെ DGP നേരിട്ടങ്ങ് കെട്ടിയെടുപ്പിച്ചിരിക്കാൻ തിരുവനന്തപുരത്തോട്ട്. ചെല്ലുമ്പോ അടിച്ചവന്റെ കയ്യിലോട്ട് കൊടുക്കും സസ്പെൻഷൻ. എന്താ സാറേ, കൊണ്ടു നടന്നു കൊടുക്കൊരുത്തന്നെ തൊപ്പി തെറിപ്പിച്ചപ്പോ സമാധാനമായില്ലേ സാറിന്? നോക്കി പഠിപ്പിക്കുന്നതാ മോനെ, നിനക്കെന്നെ പെരുവഴി പിടിച്ചിരുത്തി എന്റേതേ ഇതങ്ങ് ഉരുകണം അടിച്ചു പൊളിക്കണം അവന്റെ. ഇതിനകത്ത് ഒരു ഫോട്ടോ എടുക്കുന്നതാ പട്ടി. ആരാണ് നിനക്ക് അനുവാദം? Hey, look man, I'm a press photographer and I've got every right to be where I am now. So please, I warn you, don't come near me, don't touch me. I said don't. ചവിട്ടി അരച്ച് ഈ അവസ്ഥയിലാക്കിയതും പോരാഞ്ഞിട്ട് ഇനി നിന്റെ തരിപ്പ് നായേ. സസ്പെൻഷനിൽ നിന്നോട് തെണ്ടിത്തര കാണിച്ചാണല്ലോ നിന്റെ തൊപ്പിയെ. ഇല്ലടോ, താൻ ധരിച്ചിരിക്കുന്ന പോലെ ഇപ്പോഴും സസ്പെൻഡ് ചെയ്തിട്ടില്ല ഫിറോസിനെ ഒരുത്തനും. അതേടോ, ഐ ബോട്ട് സം ടൈം ഫ്രം ദി DGP. അരവിന്ദനെ പീഡിപ്പിച്ച കേസിൽ ഇദ്ദേഹം നിരപരാധിയാണെന്നും തെറ്റെന്റേത് മാത്രമാണെന്നും അതിന് കാരണങ്ങൾ എന്താണെന്നും ഒക്കെ രേഖാമൂലം എഴുതി DGPക്ക് കൊടുത്തിട്ട് കുറ്റം ഏറ്റുപറഞ്ഞിട്ടായി ഫിറോസ് തലസ്ഥാനത്ത് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. സോ നാളെ കോടതിയിൽ ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് അത് എതിർക്കില്ല. ഹി വിൽ ബി ഗ്രാന്റഡ് ബെയിൽ. പിന്നെ അതുകൂടെ കഴിഞ്ഞിട്ടേ മേലാവിന്ന് മുദ്ര വെച്ച് എന്റെ സസ്പെൻഷൻ ഓർഡറിങ് എത്തൂ വയ പ്രോപ്പർ ചാനൽ. അതിനുള്ള ഉറപ്പോടെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ DGPയുടെ കയ്യിൽ നിന്ന്. ആൻഡ് ഐ എം ടേക്കിംഗ് ഹിം നൗ. അതേടോ, പോലീസിന് കൂടുതൽ മാനക്കേട് ഉണ്ടാക്കാതെ ഇദ്ദേഹത്തെ ഇപ്പൊ തന്നെ റിലീസ് ചെയ്യണമെന്നും നാളെ ഇദ്ദേഹം സുമൻസാലെ കോടതിയിൽ നേരിട്ട് ഹാജരായാൽ മതിയാവുന്നും കാണിച്ച് DGP നിങ്ങൾക്ക് എഴുതിയ ഡെമി ഒഫീഷ്യൽ ലെറ്ററിന്റെ കോപ്പി ഇതിപ്പോ തന്നെ നിങ്ങളുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ടാവും ബൈ ഫാക്സ്. ഓ യു ക്യാൻ റീഡ് ദിസ്. വായിച്ചു പഠിക്കേ. പറഞ്ഞു കേട്ടില്ലടോ, ബലം കഴിക്കേ. സാർ അത് പന്ന. ചേച്ചി, അതെ മാഡം, സോറി. ഈ പോലീസുകാരുടെ ഒരു സ്നേഹപ്രകടനം കഴിഞ്ഞ എന്റെ ചതവും മുറിവൊക്കെ കാണും. അതുകൊണ്ട് സൂക്ഷിച്ചു മതി അല്ലേ സാർ? ഫിറോസ്, അല്ല ഫിറോസ്, നീ എന്താ കുറ്റം മുഴുവൻ സ്വയം ഏറ്റെടുത്തു എന്ന് പറഞ്ഞത്? എന്താ നീ എഴുതി കൊടുത്തത് DGPക്ക്? അത് വെറുതെ. ഫിറോസ്, കമോൺ. ഇല്ല സാർ, അതകത്ത് ആ പന്നനോട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പകുതി സത്യം പകുതി പൊളി. നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് വിവരിച്ച് കേൾപ്പിച്ചപ്പോ മൈ DGP ഗോട്ട് കൺവിൻസ്ഡ്.
പക്ഷേ തൽക്കാലം പോലീസിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സസ്പെൻഷൻ വരും. നാളെ ഉച്ചതിരിഞ്ഞ് സ്പെഷ്യൽ മെസ്സഞ്ചർ വശം എന്റെ സസ്പെൻഷൻ ഓർഡറിങ് എത്തുള്ളൂ എന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് DGP. പകരം എന്താ, നാളെ ഈ തൊപ്പി ഉരുവയ്ക്ക് മുമ്പ് നമ്മൾ രണ്ടാളുടെയും നിരപരാധിത്വം തെളിയിച്ചിരിക്കും ഈ ഫിറോസ് എന്നൊരു വാശി തിരിച്ചാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് DGPയോട്. സോ ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ചെല്ലട്ടെ സാർ. ഒറ്റടി. अबे साले तू പറടാ, ഒന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ട് തള്ളിയതാരാണ്? അരവിന്ദനെ. क्या समझा तूने? हम मर्डरर है क्या? कमीने मारेगा तेरे को भी। देखो। എന്നിട്ട് എവിടെ പോയി കിടക്കുന്നതായാലും ഇതിന്റെ പൊന്നാലാൽ സെറ്റ്. വിശ്വട്ടാ അത് വിളിച്ചിട്ട് ഒരു നമ്പറിലും കിട്ടുന്നില്ല. പോയി തപ്പിയെടുക്കാളെ. ഓ Oh, Firoz Mohammed. Welcome. Shall I fix you one drink? സോ ഹണ്ടിങ് ഫോർ മിസ്റ്റർ ഹരിവംശീലാൽ പന്നാലാൽ അല്ലേ വിശ്വനാഥൻ? സത്യം പറയാമല്ലോ വിശ്വനാഥൻ, ഒറ്റ ഞൊടിയിൽ എന്റെ നേർക്കൊരു തോക്കു ചൂണ്ടാൻ പോലും ധൈര്യപ്പെട്ട തന്റെ ആ സ്മഗ്ലർ ഫ്രണ്ട് പന്നാലാൽ പിന്നെ ഒടുവിൽ മുട്ടുവഴി മുള്ളിക്കൊണ്ട രഹസ്യങ്ങളുടെ കെട്ടഴിച്ചു തന്നത്. യെസ്, ശേഖരേട്ടനെയും ഹരിദാസിനെയും നീ കൊന്നു തള്ളിയതടക്കം നിന്റെ മുഴുവൻ രഹസ്യങ്ങളും. Have a drink, man. അനങ്ങിപ്പോരുത്.
സർ, ഞാൻ ഫിറോസ്. ഏയ്, എവിടുന്ന്? സർ, ഞാൻ ആ മറ്റവനെ ഒന്ന് പൊക്കി. നമ്മുടെ ആ സ്മഗ്ലർ ഹരിവംശലാൽ പന്നാലാൽ. എന്നിട്ട്? ശേഖരേട്ടന്റെ മരണമടക്കം പലതിന്റെയും പിന്നിൽ വിശ്വനാഥനാണ് സർ. ഫിറോസ്, നീ? അതെ സർ, ഞാൻ വിശ്വനാഥനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. നോ ഫിറോസ്, നിന്നെ ഒറ്റയ്ക്ക് വിടില്ല ഞാൻ. പറയ്, നീ എവിടെയാണ് ഇപ്പോ? ഫിറോസ്, ഒരു അപകടത്തിലേക്കാണ് നീ ഇപ്പൊ ചെന്ന്. നോക്കി നിൽക്കാതെ എടുത്ത് വണ്ടിയിലോട്ട് കയറടോ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു പുറപ്പാടില്ല നന്ദനിപ്പോ, അല്ലേ? നന്ദൻ പ്ലീസ്, അരുതെന്ന് പറയാനോ തടയാനോ ഒക്കെ എനിക്ക് അവകാശമായിന്ന് തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഇല്ല ഞാൻ. പക്ഷെ ഒന്നും ആലോചിക്കാതെ ഒരു അപകടത്തിലേക്ക് തന്നെയാണ് നന്ദനും പോകുന്നതെന്ന് ഓർക്കുമ്പോ. ഒക്കെ ആലോചിച്ചു, ഒരുപാട് ആലോചിച്ചു. മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ദേവു നിന്നോട്, എല്ലാറ്റിന്റെയും പിന്നില് ഒരേ തരത്തിലുള്ള ശക്തികളാണ്. That they are the same savage forces എന്നൊക്കെ. യെസ്, 8ാമത്തെ വയസ്സിൽ അച്ഛന്റെ മരണം മുതൽ ഇങ്ങോട്ട് തോറ്റു കൊടുക്കാൻ തുടങ്ങിയതാ ഞാൻ. ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഓരോന്നായി കൈവിട്ടു കൊടുക്കാൻ തുടങ്ങിയതാ ഞാൻ ഇവരുടെയൊക്കെ മുന്നില്. ഇപ്പതാ ഇവിടെ ഇങ്ങനെ വന്ന് പെട്ടപ്പോ ഒരച്ഛന്റെ വാത്സല്യം തന്ന ശേഖരേട്ടൻ, ഒരനുജനെ പോലെ സ്നേഹിച്ച് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഫിറോസ്. പറയണം, ഇനി ആരെയാണ് ഞാൻ വിട്ടുകൊടുക്കേണ്ടത്? എന്നെ, അതോ ഈ നിന്നെ തന്നെ? പ്ലീസ്, ഇറ്റ്സ് എ പ്രോമിസ്. ഒപ്പം ജീവിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞ പെണ്ണിന് നന്ദൻ നൽകുന്ന ഉറപ്പ്. ഐ വിൽ കം ബാക്ക് ഫോർ യു. ഒരാപത്തിനും പിടികൊടുക്കാതെ തിരിച്ചു വരും നന്ദൻ, നിനക്ക് വേണ്ടിയിട്ട്. ഹലോ, ഒന്ന് നോക്കട്ടെ. ആരാണ്? 1 സെക്കൻഡ് സർ, കോൾ ഫോർ യു. ചോദിച്ചിട്ട് ആരാന്ന് പറയുന്നില്ല, ഇവിടെ ഉണ്ടോന്ന് അന്വേഷിക്കുന്നു. ബോസ്, വിപിനാണ് ബോസ്. വിപിൻ, ഡോണ്ട് പാനിക് ആൻഡ് സ്റ്റേ where you are. ഇപ്പൊ തന്നെ എത്താൻ ഞാൻ, in minutes.
on, that's it. Come on, കൊണ്ടുവാ അവനെ. ഇതിപ്പോ തന്നെ ജാഗ്രതയിൽ എത്തിക്കണം നീ ദേവുവിന്റെ കയ്യില്. യെസ് ബോസ്. എന്നിട്ട് എത്രയും വേഗം ഒരു സ്പെഷ്യൽ എഡിഷൻ അച്ചടിച്ചു തുടങ്ങാൻ പറയണം ഇത് വെച്ച്. കഴിയുന്നതും അത്രയ്ക്ക് വിശ്വസിക്കാവുന്നവരൊഴിച്ച് സ്റ്റാഫിൽ മറ്റാരും അറിയാതെ ഒന്നും ചോർന്നു പോകാതെ. ഗെറ്റ് മീ? യെസ് ബോസ്. Then hurry up fast. ഇല്ല വിശ്വജി, ഇതുവരെ ഒരു പത്രാഫീസിൽ എത്തിയിട്ട് അവന്റെ ഒടുക്കത്തെ ഫോട്ടോസ് ഉറപ്പാ എനിക്ക്. എന്നാലും അവൻ ഇതുവരെ പിടികിട്ടിട്ടില്ല എന്ന് പറയുമ്പോ ഇല്ലില്ല, ഞാൻ ദേ അങ്ങോട്ട് വന്നോണ്ടിരിക്ക. ഇടോ വഴക്കാലി, പന്ന റാസ്കൾ. ആ ഫോട്ടോ എടുത്ത കഴിവേറിയെ പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചപ്പോ അടിച്ച് വീലായി നടറോട്ടി കിടന്ന് ഉണങ്ങുന്നു പന്ന റാസ്കൾ. ഇടോ വഴക്കാലി, ഇടോ വഴക്കാലി. ശബ്ദിച്ചു പോരുത്, കൊന്നുകളയും ഞാൻ. നടക്കണം. Move.
Madam, now I think this Vishwanathan begged. Mission off ചെയ്യടാ. മുൻപ് ഇവിടെ വന്നപ്പോ പറഞ്ഞിരുന്നു ഞാൻ നിന്നോട്, ഇനി ഒരു തവണ കൂടി വിശ്വനാഥന്റെ പേര് നിന്റെ ഈ പീറപത്രത്തിൽ അച്ചടിച്ചു പോയാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന്. എവിടെയാണ് നീ എടുത്ത ഫോട്ടോഗ്രാഫ്സ്? വരുതിക്ക് വരാത്തവരെ സംഹരിച്ചു തള്ളാൻ മടിയില്ലാത്ത വിശ്വനാഥനാണ് ചോദിക്കുന്നത്. ജീവൻ വേണമെങ്കിൽ പറഞ്ഞോ നീ. അതേടി, നിന്റെ തന്ത ശേഖരനെയും പിന്നെ ഫിറോസിനെയും കൊന്നു തള്ളുമ്പോ ഒരു തരിമ്പ് പോലും വിറച്ചിട്ടില്ലാത്ത കൈ നീട്ടിയാ ഞാൻ ചോദിക്കുന്നത്. എവിടെ നെഗറ്റീവ്സ്? Come on, get me those negatives. ഓ, രക്തം ശേഖരന്റേതാകുമ്പോ പിന്നെ അവനവന് നൊന്താൻ നോവില്ല. ഇങ്ങനെ ഉറ്റവർക്ക് വേണം നോവാൻ. എങ്കിലേ അലിയൂ നീയൊക്കെ, അല്ലടി? പറയടോ അവളോട് വിശ്വനാഥൻ അനുസരിച്ചോളാൻ. ഇല്ലടോ, ഇതുകൊണ്ടൊന്നും തോപ്പിക്കാനാവില്ല എനിക്ക് ഈ പത്രത്തിന്. കമോൺ, എന്തു തീരുമാനിച്ചു നീ? സേ യെസ് ഓർ നോ. പറയടി. ഇനി എന്താ? ജാഗ്രതയുടെ തലതൊട്ടപ്പനായി ശേഖരം പ്രതിഷ്ഠിച്ചു വെച്ച ഇയാടെ ഈ നരച്ച ഗാന്ധിയം തലച്ചോറുകൂടി ചിതറുന്നത് കണ്ടേ തീരുന്നുണ്ടോ നിനക്ക്? ഒന്ന് തോറ്റു തരാൻ. മോളെ അരുത്, വേണ്ട. എടുക്കാൻ. Shoot!
ഇനി പോലീസിനെ വിളിക്കാൻ തനിക്ക്. ഞാൻ സഭാപതിയാണ്, DIG. ഞാൻ ജാഗ്രതയെന്ന്. അതെ, ശേഖരേട്ടന്റെ പത്രം. താൻ SP ഒരു ഇമ്മീഡിയറ്റ് മെസ്സേജ് കൊടുക്കണം, പെട്ടെന്ന് ഇവിടം വരെ എത്താൻ. അതെ, വിത്ത് ഫോഴ്സ്. ഒരു മർഡർ കേസ് എന്ന് പറയണം. അതായത് തന്നോട് പോലീസിനെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ടപ്പോ അത് കൊലക്കുറ്റം ഏറ്റുപറഞ്ഞ് എനിക്ക് സ്വയം കീഴടങ്ങാൻ വേണ്ടിയാണെന്ന് താൻ ആശ്വസിച്ചു പോയെങ്കിൽ തനിക്ക് തെറ്റി. അതേടോ, വിശ്വനാഥനെ വെടിവെച്ച് വീഴ്ത്തിയത് നന്ദഗോപാലാണെന്ന് പുറം ലോകം അറിയില്ല ഒരിക്കലും, ഒരു കാലത്തും. പകരം കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായി വിശ്വനാഥനോടും ആണ്ടവനോടും ഏറ്റുമുട്ടി അവരിരുവരെയും തന്റെ ഈ സർവീസ് റിവോൾവർ കൊണ്ട് വെടിവെച്ച് വീഴ്ത്തിയെന്ന് നിയമത്തിന്റെയും നീതിപീഠത്തിന്റെയും മുന്നിൽ DIG സഭാപതി ഏറ്റുപറയും. പറയിക്കും തന്നെ കൊണ്ട് ഞാൻ ദാ ഇത് വെച്ചിട്ട്. ആൻഡ് ഹിയർ ഇസ് യുവർ എവിഡൻസ്. വിശ്വനാഥനെ കൊന്നതിന് തനിക്ക് വേണ്ടുന്ന തെളിവ്. ആൻഡ് മൈൻഡ് യു, ദാ ഇതിങ്ങനെ എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ഭദ്രമായിട്ട് എന്നും. പിന്നെ ഇതിന്റെ നെഗറ്റീവ്സും അത് മറക്കണ്ട. ഇനി വിശ്വനാഥന്റെ മരണം ഏറ്റെടുക്കാൻ തനിക്ക് പിന്നതാ ഇതും. Now get ready for the glory.